നമുക്ക് ഭൂമിയുടെയും അജയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഒടുവിൽ ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറയുകയാണ് അച്യുതൻ ആ ദുരന്തം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കഥകളൊക്കെയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. അച്യുതനാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. തൻ്റെ മകളെ കൈവിട്ട് പോകുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. ഒടുവിൽ അച്യുതനും അമ്പയും കൂടെ ചേർന്നൊരു തീരുമാനം എടുത്തു, വീട് വിട്ടു പോകാനായിട്ട് നാട്ടിലേക്ക് താമസം മാറാം. ഭൂമി പക്ഷെ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഭൂമി വൈകുന്നേരം പതിവ് പോലെ ഷോപ്പൊക്കെ അടച്ച് രാത്രി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഭൂമിക്ക് ഒരു അന്താളിപ്പാ തോന്നിയത്. ഭൂമി കാര്യം തിരക്കഴിഞ്ഞപ്പോൾ അച്യുതൻ പറഞ്ഞു, നമ്മൾ ഈ വീട് വിട്ട് പോകുക മോളെ, നാട്ടിലേക്ക് പോകുമെന്ന്. ഭൂമി ഞെട്ടിപ്പോയി. എന്താ അച്ഛാ പറയണേ? പെട്ടെന്നൊരു നിമിഷം. കാരണം ഒരു ക്ലൂ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭൂമി പറഞ്ഞു, അച്ഛൻ എന്തും മണ്ടത്തരോ പറയണേ, നമ്മൾ എങ്ങോട്ട് പോകാനാ മോളെ? നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. അച്ഛൻ എന്തറിഞ്ഞിട്ടാ പറയണേ? അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. ഭൂമിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അച്യുതനെ കുറിച്ചുള്ള ചിന്തകൾ. അച്യുതന് ബ്രെയിൻ ട്യൂമറും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പറ്റില്ല, ചികിത്സ കാര്യങ്ങളൊക്കെ നടത്തണം. നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത ദുരിതമാകുകയും ചെയ്യും. ഇപ്പോഴെന്താളും പോകാൻ പറ്റില്ല, ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി ഒരു ഷോപ്പൊക്കെ ഇട്ടൊന്ന് ക്ലച്ച് പിടിച്ച് വരുമ്പോഴത്തേനും കുറേ താമസം പിടിക്കും. നമുക്ക് ജീവിക്കണ്ടേ? അതൊന്നും ഓർത്ത് എൻ്റെ മോള് ഭയക്കൊന്നും വേണ്ട. ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോയിക്കൊള്ളാം. ജോലിക്ക് പോകാനോ? അച്ഛനോ? നല്ല കഥയായി. ഇതെന്താ അമ്മേ? അമ്മയെങ്കിലും അച്ഛനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ മേലായിരുന്നോ? ഈ വേണ്ട മോളെ, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. പോവാനോ? രണ്ടാൾക്കും ഇതെന്ത് പറ്റി? ഇങ്ങനൊന്നും ആയിരുന്നില്ലോ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്താ രണ്ടാളും എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ പോകണമെന്നും പറഞ്ഞ് വാശി പിടിക്കണേ? ഒരു കാര്യം ഞാൻ പറയാം, എന്താണെങ്കിലും കുറച്ച് സാവകാശം താ. അതിനുശേഷം എന്താ വെച്ചാൽ തീരുമാനിക്കാം. ഞാനെല്ലാം ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. കാരണം ഇപ്പം ഇവിടുത്തെ ഷോപ്പും കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാലോ. അങ്ങനെ പെട്ടെന്ന് ഒരിടത്തേക്ക് മാറുക എന്ന് പറഞ്ഞാൽ എത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കുറച്ചൊരു സാവകാശം താട്ടെ അച്ഛാ, അതിനുശേഷം നമുക്ക് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. അച്യുതൻ പക്ഷേ സമ്മതിച്ചില്ല. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പം എനിക്ക് എന്താണെങ്കിലും ഈ വീട് വിട്ട് വരാനായിട്ട് പറ്റില്ല. അച്ഛനും ഒരിടത്തേക്ക് പോകുന്നുമില്ല. ഭൂമി നിർബന്ധ ബുദ്ധി പിടിച്ചു. അച്യുതനും അമ്പയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മോളോട് പറയാൻ പറ്റില്ലല്ലോ തങ്ങളെ മോളെന്നുള്ള കാര്യം. ആ സമയത്ത് ഭൂമി പറഞ്ഞു, ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയിട്ട് എങ്ങോട്ടേക്ക് വന്നേന്നറിയാവും. അതെ, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഫാദേഴ്സ് ഡേ നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം എന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അച്യുതൻ്റെ നെഞ്ചൊന്ന് വിങ്ങി. അതെ, ഫാദേഴ്സ് ഡേ എന്താണ് ഇത്തവണ നമ്മൾ ആഘോഷിക്കും. ഭൂമിയുടെ മനസ്സിൽ പല പല ചിന്തകളാണ്. ഇനിയിപ്പോൾ അച്യുതൻ എത്ര കാലം ജീവനോടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അച്യുതൻ്റെ അസുഖം അങ്ങനത്തെ ഒരു അസുഖമാണ്. അച്ഛന് ഇനി ഓരോ ദിവസം എത്രയൊക്കെ സന്തോഷം കൊടുക്കാൻ പറ്റുമോ അത്രയൊക്കെ സന്തോഷം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭൂമി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കണേ. നമുക്ക് എല്ലാവരെയും ഒന്ന് വിളിച്ചു കൂട്ടി അങ്ങനെ സന്തോഷമായിട്ട് ഈ ഫാദേഴ്സ് ഡേ എനിക്ക് അടിച്ചു പൊളിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് എന്താണെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം അച്ഛനും പറഞ്ഞു, മോളെ നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തായോ? നീ എന്തൊക്കെ പറയണേ? അതെ, എൻ്റെ അച്ഛനല്ലേ ഇത് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ അങ്ങ് ചേർത്ത് പിടിച്ചു. പിന്നീട് അമ്പയെ, നിങ്ങളല്ലേ എൻ്റെ അച്ഛനും അമ്മേ, അപ്പോൾ പിന്നെ എനിക്കിത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണ്ടേ? ഇതെല്ലാം കേട്ടിപ്പോൾ അച്യുതൻ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അങ്ങനെ എന്താണെങ്കിലും പോക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ഭൂമി സമ്മതിച്ചില്ല. ഭൂമി അമ്പയോട് പറഞ്ഞു, അതെ, നമുക്കൊരു ആഘോഷമാക്കി മാറ്റണം ഈ ഫാദേഴ്സ് ഡേ. അതുകൊണ്ട് അടിച്ചു പൊളിക്കണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അതോർത്ത് നിങ്ങൾ ഭയക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇത്തവണ എൻ്റെ ചിലവാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അച്യുതനെ അംബികയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അങ്ങനെ ഭൂമി അപ്പുറത്തെ മുറിയിലേക്ക് അങ്ങോട്ട് പോയി. ഈ സമയത്ത് അച്യുതൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളുമാണ്. അന്ന് രാത്രി കിടന്നുറങ്ങിയിട്ട് അച്ഛന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ശരിക്കുള്ള അച്ഛനും അമ്മയും താനും അംബികയല്ലല്ലോ. ഒരുപക്ഷെ ഫാദേഴ്സ് ഡേക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണമെന്ന് കരുതിയ ഭൂമി ഇരിക്കുന്നത്. സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ ഇനിയിപ്പോൾ എത്ര നാൾ ഇങ്ങനെ ഇത് മറച്ചു വെക്കും? ഭൂമിയുടെ ജീവൻ തന്നെ ആപത്തിലാണ്. തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു ചിന്ത അച്യുതൻ്റെ മനസ്സിലേക്ക് വന്നു. ഫാദേഴ്സ് ഡേയുടെ സമയത്ത് തന്നെ ആ കാര്യങ്ങൾ തുറന്നു പറയണം. സത്യദാസിൻ്റെ മകളാണ് ഭൂമി എന്നുള്ള കാര്യം അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അയാളുടെ പ്രതികരണം? അയാൾ തന്നെ വെറുതെ വിടില്ല, തൻ്റെ കർണവും അടിച്ചു പോയിക്കും. അതൊക്കെ അച്യുതൻ്റെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിന്നിമാഞ്ഞു പോവുകയാണ്. ഫാദേഴ്സ് ഡേ വരുന്നു, അങ്ങനെ എല്ലാവരും കൂടെ ആഘോഷിക്കാൻ വരുന്നു. അജയും സത്യദാസും എല്ലാവരും വരണ സമയത്ത് അങ്ങനെ ഇതെൻ്റെ അച്ഛനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൂമി ഇങ്ങനെ പറയുന്ന സമയത്ത് താൻ സത്യദാസിനെ
വിളിക്കുന്നത്, സത്യദാസിന്റെ മുന്നിൽ വെച്ച് കാര്യങ്ങളൊക്കെ പറയണേ. അയാൾ തന്നെ എന്താണെങ്കിലും തല്ലുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊക്കെ ഓർത്ത് ഇനിയിപ്പോൾ അച്യുതന് അന്നത്തെ രാത്രി ഉറങ്ങാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ ഉറക്കമില്ലാത്ത വേറൊരാളുണ്ടായിരുന്നു, ഭവാനി. ഭവാനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവളെ കൊല്ലണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളിനി ഒരു നിമിഷം പോലും ഈ ഭൂമി ജീവിച്ചിരിക്കാൻ പാടില്ല. അവളെയും തീർക്കണം, അച്യുതനെ എല്ലാവരും തീർക്കണം. ഒരു തെളിവും ഉണ്ടാകാൻ പാടില്ല. എല്ലാം പഴുതുകളും അടച്ചു വേണം. അങ്ങനെ കമാലിനെ വിളിച്ചിട്ട് നിർദ്ദേശം കൊടുത്തു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദേ അജയുടെയും അതുപോലെ തന്നെ അഞ്ജനയുടെ എൻഗേജ്മെന്റിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തേക്കണം. ഇനി ഒരു നിമിഷം പോലും അവർ ഈ ഭൂമി ജീവിച്ചിരിക്കാൻ പാടില്ല. നിനക്ക് തരുന്ന അവസാന ദിവസമാണിത്, അറിയാലോ. എത്ര രൂപ വേണേലും നീ ചോദിച്ചോ, എത്ര രൂപ വേണേലും ഞാൻ തരും. പക്ഷെ അവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. കമാൽ പറഞ്ഞു, ആ കാര്യമൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഷോപ്പിലേക്ക് പോകാനായിട്ട് ഭൂമി റെഡിയായി. പതിവ് പോലെ തന്നെ അച്യുതനെ വിളിച്ച് അങ്ങനെ അച്ഛനെ വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അതിനുശേഷം പോന്നെ. പിന്നെ വീടും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഫാദേഴ്സ് ഡേ അടിപൊളിയാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ഞാൻ വരും, അപ്പോഴേക്കും കുറച്ച് ആൾക്കാർ, അപ്പോൾ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അച്യുതൻ്റെ ഫ്രണ്ട്സ്, അമ്പയുടെ ഫ്രണ്ട്സ്, അങ്ങനെ ഈ പറയണ ഭൂമിക്ക് വേണ്ടപ്പെട്ടവരും ഒരു ഉമ്മയൊക്കെ ഉണ്ട്. അവരൊക്കെ ഒത്തിരി അടുത്ത ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആഘോഷിക്കാനായിട്ട്. അവരൊക്കെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും റെഡി ആയിട്ടിരിക്കണം. പിന്നെ ഞാൻ വന്ന് റെഡിയായി കഴിഞ്ഞ ഉടനെ നമ്മൾ ആഘോഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഭൂമി പതിവ് പോലെ ഷോപ്പിൽ പോയി തൻ്റെ ജോലി തുടർന്നു. ഈ സമയത്ത് അച്യുതനും അമ്പയ്ക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അച്യുതന് ഭയമാണ്, ഭൂമിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അംബിക മാക്സിമം ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്യുതേട്ടാ. അച്യുതേട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മോൾക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അവളെ നമുക്ക് കൈവിട്ട് പോകത്തില്ല. എന്നാലും എനിക്ക് പേടിയാ. ആ സത്യദാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അയാളുടെ കൈ മോളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മോളെ കണി കാണാൻ പോലും കിട്ടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ ജീവിച്ചിരിക്കും അമ്പിക? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ പരസ്പരം അവർ സമാധാനിപ്പിക്കുകയാണ്. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും അമ്പിക അച്യുതനും കൂടെ റെഡിയായി. ഈ സമയത്ത് കമാൽ അങ്ങോട്ടേക്ക് വരുന്നേ. അതിന് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമാൽ വന്നു. അപ്പോൾ കതവ് തുറന്ന് കിടക്കുന്ന സമയത്ത് ആരും കാണാതെ കമാല അകത്ത് കയറി കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ഇതൊന്നും പക്ഷെ അമ്പിക അച്യുതനോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. കുറേ സമയം കഴിഞ്ഞു. അപ്പം കഥക് പിന്നെ സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേനും അകത്തൊന്ന് കുറ്റിയിടുകയും ചെയ്തു. അങ്ങനെ റെഡിയായി എല്ലാം കഴിഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കമാൽ അങ്ങോട്ടേക്ക് വരുന്നത്. കമാൽ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്പ് വെച്ച് എല്ലാം മുഖമൊക്കെ മറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണെന്നും അറിയാൻ പോലും പറ്റിയില്ല. അയാളുടെ കയ്യിൽ കടാരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അയാൾ അങ്ങോട്ട് അച്യുതനടുത്തേക്ക് പാഞ്ഞു വന്നപ്പോഴത്തേനും അമ്പിക ഇടയ്ക്കിലേക്ക് കയറി, നിങ്ങൾ ആരാ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അച്യുതന് അപകടം എടുത്തു. ഇല്ലാതാക്കാൻ വന്നെന്ന് മനസ്സിലായി. അംബികയുടെ കൈയും പിടിച്ചുകൊണ്ട് കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പെട്ടെന്ന് കമാൽ വന്നിട്ട് അംബികയെ തള്ളിയിട്ടു. അംബിക തലയടിച്ചവിടെ വീഴുവാണ്. അച്യുതനെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അച്യുതന് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല. ആ സമയത്ത് അംബിക ഓടി വന്ന് കമാലിനെ വീണ്ടും പിടിച്ചു കഴിയുമ്പോഴത്തേനും വീണ്ടും ഒറ്റ അടിയായിരുന്നു അംബികക്കിട്ട്. അംബിക അടിയിൽ തെറിച്ചു പോയി. ആ ടേബിളിൻ്റെ സൈഡിൽ പോയി തലയടിച്ച് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ ബോധം പറയുന്ന പോലെ തോന്നി. തലകറങ്ങി അങ്ങോട്ട് പോവുക ചെയ്തേ. ഈ സമയത്ത് അയാൾ പിന്നൊന്നും നോക്കിയില്ല. കയ്യിലിരുന്ന കടാര എടുത്ത് അച്യുതനെ കുത്തുവാണ്. അതേസമയം ഈ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ആരും അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് കഥയെ മുട്ടിക്കഴിഞ്ഞാൽ ആരും കഥ തുറക്കുന്നില്ല. അപ്പോൾ അവരൊക്കെ ക്ഷണിച്ചിട്ട് വന്നിരിക്കുന്നതാണ്. ഇന്ന് ഫംഗ്ഷൻ ഉണ്ട്, ഫാദേഴ്സ് ഡേ ആഘോഷിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കുറേ സമയത്ത് കഥ തുറക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ സംശയം ഇത് എന്ത് പറ്റി. അപ്പോൾ ഈ സമയത്ത് കമാലിനെ രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കമാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കള വഴി കഥ തുറന്ന് കമാൽ പോയി. പക്ഷെ ഇതൊന്നും പുറത്തു നിന്നിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നു. കഥയെ മുട്ടിയിട്ട് തുറക്കുന്നുമില്ല. ഒടുവിൽ അവർ ഭൂമിയെ വിളിക്കണം. ഭൂമിയെ വിളിച്ചിട്ട് ഇതെന്താ ഭൂമി, ഞങ്ങളെയൊക്കെ ക്ഷണിച്ച് വരുത്തിയിട്ട് വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല, ഇതെന്താ കാര്യം എന്താന്നൊക്കെ ചോദിച്ചു. അച്ഛനും അമ്മയുടെ ഉണ്ടല്ലോ. ഭൂമി അങ്ങനെ വിളിച്ചു നോക്കണം, പക്ഷെ കോൾ എടുത്തില്ല. അപ്പോഴേക്കും ആകെപ്പാട് ടെൻഷനായി. അകത്തൊന്ന് കുറ്റിയിട്ട് വെച്ചിരിക്കുക. എന്താ ഏതാ ഇങ്ങനെയൊന്നും അറിയത്തുമില്ല. ഒടുവിൽ ഭൂമി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷൻ്റെ അവിടെയല്ലേ, അവിടെ ചെന്ന് അജയോട് പറഞ്ഞു, സാറേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്താ ഏതാണെന്നും അറിയത്തില്ല, വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഒടുവിൽ അവരൊക്കെ പോലീസുകാരൻ കൂട്ടിക്കൊണ്ടാണ് അജയ് അവരൊക്കെ അങ്ങോട്ട് വരുന്നത്.
അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ക്ഷണിക്കപ്പെട്ട അതികളും തൊട്ടടുത്തോട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കഥ തുറക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി. എന്താ ഏതാണെന്നും അറിയത്തില്ലോ. ഈ സമയത്താണ് അംബികയ്ക്ക് ബോധം വരുന്നത്. അംബിക പതുക്കെ ബോധം വന്നതിന് നോക്കിക്കഴിഞ്ഞപ്പോൾ അച്യുതൻ ഇങ്ങനെ ചോരയെ കുളിച്ച് കിടക്കുന്ന കണ്ടു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കത്തി ഇങ്ങനെ നെഞ്ചത്ത് തറച്ചിരിക്കുക. ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അംബികയ്ക്ക് ഭ്രാന്തെടുക്കുന്ന പോലെ തോന്നി. അംബിക ഒന്ന് അലമുറയിട്ട് കരഞ്ഞിട്ട് കത്തിയിലേക്ക് നോക്കുവാണ്. ഈ സമയത്ത് അജയൊക്കെ വന്ന് കഥയെ മുട്ടിയിട്ട് കഥ തുറക്കാൻ വന്നപ്പോൾ അജയ് കഥ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേനും അംബിക ആ കത്തി അവിടെ നിന്ന് വലിച്ചൂരിയത് ഒരുമിച്ചായിരുന്നു. അവരകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച കത്തി വലിച്ചൂരി ഇരിക്കുന്ന അംബികേനെയാണ്. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന അംബികയാണ് അച്യുതനെ കുത്തി കൊന്നേന്നുള്ള കാര്യമാണ്. അപ്പോഴേക്കും അച്യുതൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ചോര പറന്ന് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഭൂമി അങ്ങോട്ടേക്ക് വന്നത്. ഭൂമി വന്നപ്പോഴത്തേനും എല്ലാവരും ഒരു ഞെട്ടലോട് ഭൂമിയെ നോക്കുകയാണ്. ഭൂമി അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ അച്ഛൻ മരിച്ചു കിടക്കുന്ന ഭൂമി അലമുറയിട്ട് അവിടെ കിടന്ന് കരയുവാണ്. ആ സമയത്ത് പോലീസുകാരെന്ത് ചെയ്തു? അംബികയെ പിടികൂടുവാണ്. അംബികയാണ് കൊന്നേന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അംബിക കരഞ്ഞു പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അച്ഛൻ്റെ ബോഡി ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകുമ്പോഴത്തേനും ഭൂമി ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു. പിന്നീടാണ് സത്യദാസ് ഈ കാര്യങ്ങളൊക്കെ അറിയണേ. ഇങ്ങനെ ഭൂമിയുടെ അച്ഛൻ മരിച്ചു ഇങ്ങനെയാന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ അയാളും വന്നു. അയാൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭൂമിയുടെ അച്ഛനെ അവരുടെ അമ്മ കൊന്നെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് ഒടുവിൽ ബോഡിയൊക്കെ അടക്കം ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഭൂമിയുടെ അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവരെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ഭൂമി കരഞ്ഞപേക്ഷിച്ച് പറഞ്ഞു സാറേ എൻ്റെ അമ്മ അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭൂമിക്ക്. ഭൂമിയാണെങ്കിൽ അച്ഛനെ നഷ്ടപ്പെട്ടു, ഇപ്പം അമ്മയും കൂടെ നഷ്ടപ്പെടുമെന്നൊരു ഭയം. അങ്ങനെ ഒടുവിൽ അംബികയെ കൊണ്ട് പോലീസുകാർ സ്റ്റേഷനിലേക്ക് പോവാണ് ചോദ്യം ചെയ്യാനായിട്ട്. ഈ സമയത്ത് ഭൂമി കരയുക. ഭൂമി ആ കാറിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുക. എത്രമാത്രം താനും സ്നേഹിച്ചിരുന്ന എൻ്റെ അച്ഛനെ ഭൂമിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. ഇതേ സമയത്ത് ഭൂമിയെ തീർത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കമാലിനെ വിളിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭവാനി. അവളെയും കൂടെ തീർക്കണമായിരുന്നു. ഒരു തെളിവ് പോലും വെച്ചേക്കലെന്ന് പറഞ്ഞല്ലേ, എല്ലാ തെളിവുകളും നശിപ്പിക്കണമെന്ന്. അവളെയും തീർക്കണമായിരുന്നു. നീ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്നൊക്കെ ചോദിച്ചു. ഭൂമിയെ തീർക്കാൻ വന്നെങ്കിലും കമാലിനത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യുവാണ് അംബികേനെ. അംബികയുടെ കാര്യം പറഞ്ഞു. ഇതുപോലെ ഒരാൾ വന്നു, എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തേ, എനിക്കൊന്നും അറിയത്തില്ല, എൻ്റെ അച്യുതനെ ഞാൻ കൊന്നിട്ടില്ല എന്നൊക്കെ കരഞ്ഞു പറഞ്ഞു. ഒടുവിൽ അവർക്ക് തോന്നി ആ സത്യമാണ് പറയണമെന്ന്. പക്ഷേ തെളിവുകൾ വേണ്ടേ? ഇപ്പം തെളിവുകളെല്ലാം അംബികയ്ക്കെതിരാണ്. ഈ സമയത്ത് ഭൂമി വീണ്ടും സ്റ്റേഷനിലേക്ക് വരുവാണ്. തൻ്റെ അമ്മയെ വിട്ടതാണ്, തൻ്റെ അമ്മ എങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൂമി പറഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തായിത്തീരും എങ്ങനെയായിത്തീരും നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. ഒരു കാര്യം ഉറപ്പായി, എങ്ങനെയൊക്കെ ഒളിച്ചെന്ന് പറഞ്ഞാലും കമാലിനെ പിടികൂടുക തന്നെ ചെയ്യും. പിന്നെ ഭൂമി അത്യാവശ്യം ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്, ക്രിമിനോളജിയൊക്കെ പഠിച്ചാൽ. അപ്പം ഭൂമിക്ക് അറിയാം ഒരു കേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് ഏകദേശമൊക്കെ ധാരണയിലെത്തും. ഭൂമി തന്നെ കണ്ടെത്തും തൻ്റെ അച്ഛനെ ആരാ ഇല്ലാതാക്കിയെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.